അസ്സലാമു അലൈക്കും. ആദി, നീ എന്താ ഷാഹിയുടെ പെണ്ണ് കാണലിന് പോവാഞ്ഞത്? അവനെ നീ വിളിച്ചോ? എന്നിട്ടെന്താ? ഞാനില്ലെന്ന് പറഞ്ഞു. അതെന്താടാ, നിനക്ക് പോവാമായിരുന്നില്ലേ? എന്തിനെ? അവനോട് മിണ്ടുന്നത് തന്നെ എനിക്ക് വെറുപ്പാണ്. നിനക്ക് അവനോട് ഇങ്ങനെ ദേഷ്യം വരാൻ എന്താ കാരണം? അവന് നീയും എന്തെങ്കിലും പ്രശ്നമുണ്ടോ? പറയടാ. ഷാനുവിൻ്റെ ചോദ്യം കേട്ട് ആദ്യം ഒന്ന് നെട്ടി. പെട്ടെന്ന് തന്നെ അവൻ ഷാനുവിൽ നിന്ന് ആ നെട്ടൽ മറച്ചു പിടിച്ചു. എന്ന് നിന്നോട് ചോദിക്കണമെന്ന് കരുതും, പക്ഷെ എന്നോട് മറന്നു പോവും. ഏയ്, ഞാനും അവന് എന്ത് പ്രശ്നം? പിന്നെ എന്തിനാ നിനക്ക് അവനോട് ഇത്ര ദേഷ്യം? കാരണമില്ലാതെ നീ ആരോട് ദേഷ്യമാവില്ലെന്ന് എനിക്കറിയാം. അത് പിന്നെ അവൻ എപ്പോഴും സാറിൻ്റെ തകർച്ച കാണാൻ വേണ്ടി ആഗ്രഹിക്കുന്നവനല്ലേ. പിന്നെ സാറിനോട് എന്തോ വൈരാഗ്യം ഉള്ളതുപോലെയാ അവൻ്റെ സംസാരം. അതൊക്കെ കാണുമ്പോൾ എനിക്കെന്തോ അവനോട് ഭയങ്കര ദേഷ്യം തോന്നും. അതാണോ കാര്യം? ഞാൻ കരുതി ഞാനറിയാത്ത എന്തെങ്കിലും പ്രശ്നമുണ്ടെന്ന്. ഇവൻ്റെ കല്യാണം വേഗം ഉണ്ടാവോ? ഇനിയും ഷാനു അതേക്കുറിച്ച് ചോദിക്കാതിരിക്കാൻ ആദ്യ വേഗം സംസാരം മാറ്റി. ആർക്കറിയാം? ഷാനു താല്പര്യമില്ലാത്തതുപോലെ പറഞ്ഞു. 2 മാസമെന്ന് ഉമ്മ ഇവിടെ വന്നവരോട് പറയുന്നത് ഞാൻ കേട്ടു. ഞാൻ നല്ല പോലെ എണ്ണീറ്റ് നടക്കാൻ വേണ്ടിയാവും 2 മാസമെന്ന് പറഞ്ഞത്. എന്നാലല്ലേ എല്ലാം എൻ്റെ തലയിലിടാൻ പറ്റൂ. ഇനിയെങ്കിലും സാറൊന്ന് ശ്രദ്ധിക്കണം കേട്ടോ. ഇത്രയും കാലം ജീവിച്ചത് മുഴുവനും അവർക്ക് വേണ്ടിയായിരുന്നു. അതറിയാവുന്നത് കൊണ്ട് തന്നെയാണ് എല്ലാം സാറ് തന്നെ ചെയ്തോളുമെന്നവർ ചിന്തിക്കുന്നത്. ഇപ്പോൾ സാറിനൊരു കുടുംബമുണ്ട്, അത് മറന്നാവരുത് ആരെയും സഹായിക്കുന്നത്. ഇല്ലടാ, ആ പരിപാടിയൊക്കെ ഞാൻ നിർത്തി. എത്ര ചെയ്തു കൊടുത്താലും നന്ദിയില്ലാത്തവർക്ക് വേണ്ടി വീണ്ടും വീണ്ടും എന്തിനാ അവർക്ക് പിന്നാലെ പോകുന്നത്? ഈ ബോധം എപ്പോഴും ഉണ്ടായാൽ മതി. നീ പോയി TV തുറക്ക്. നമുക്ക് കുറച്ച് സമയം TV കാണാം. അല്പസമയം TV കണ്ടിരുന്നപ്പോൾ അതും മടുത്തു. നമുക്കത് പുറത്തു പോയാലോ ആദി? പോവാം, അവൻ വളരെ ഉത്സാഹത്തോടെ പറഞ്ഞു. എന്നേക്കാൾ അവൻ ആഗ്രഹിക്കുന്നുണ്ട് പുറത്തു പോവാനെന്ന് ഷാനു ചിന്തിച്ചു. നീ പോയി ഷർട്ട് എടുത്തു വാ. മുണ്ടിത് മതി, കാറിലല്ലേ. പിന്നെ ജിനു കറക്റ്റ് സമയത്ത് ഭക്ഷണം തരാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോഴേക്കും നമുക്ക് വരാം. നീ സംസാരിച്ച് നിൽക്കാതെ ഷർട്ട് എടുത്തു വാ. ജിനുവിനെ വിളിച്ച് അവർ വീട്ടിലെത്തുന്ന സമയം ഏകദേശം ചോദിച്ചറിഞ്ഞ ശേഷമാണ് ആദ്യം ഷാനും പുറത്തേക്കിറങ്ങിയത്. അവർ ഉടനെ എത്തോ? ഇല്ലടാ, എന്തായാലും 1 മണിക്കൂർ കഴിയും. നമുക്ക് പുറത്ത് പോയി ചായ കുടിച്ചു വരാം. അപ്പോൾ അവൾ ഉണ്ടാക്കി വെച്ച ഭക്ഷണോ? ഇങ്ങനൊരു മന്ദബുദ്ധി. ചായ കുടിച്ച് ഇന്ന് മുഴുവൻ നമ്മൾ അവിടെ നിൽക്കൂലല്ലോ. അവർ വരുന്നതിന് മുമ്പ് തന്നെ വരൂലേ? വന്നാൽ മതി, ഇല്ലെങ്കിലേ അവൾ എന്നെ എടുത്തിട്ട് അലക്കും. ഡോർ ലോക്ക് ചെയ്ത് വേഗം ഇറങ്ങാൻ നോക്ക്. ചാവി നമ്മൾ സ്ഥിരം വെക്കുന്ന സ്ഥലത്ത് വെച്ചോ, അഥവാ നമ്മൾ വൈകിയാലോ? സാറ് തനിയെ പോവല്ലേ, ഞാൻ വരാം. ഷാനു പുറത്തേക്ക് ഇറങ്ങുന്നത് കണ്ട് ഡോർ ലോക്ക് ചെയ്ത് ആദ്യം ഓടി വന്ന് അവൻ്റെ കയ്യിൽ പിടിച്ചു. സാറിനിപ്പോൾ നല്ല കോൺഫിഡൻസ് ആണല്ലോ. അതിന് ഷാനു അവനെ നോക്കിയെന്ന് ചിരിച്ചു. അന്ന് ഒത്തിരി സമയം പുറത്ത് ചിലവഴിച്ചതിന് ശേഷമാണ് അവർ തിരികെ വീട്ടിലെത്തിയത്. 1 മണിക്കൂറിനുള്ളിൽ പോയവർ തിരികെ വരുമെന്ന് ആദ്യം പലതവണ ഷാനുവിനെ ഓർമ്മപ്പെടുത്തിയെങ്കിലും അവനതൊന്നും കാര്യമാക്കിയില്ല. ജിനു എങ്ങാനും വന്നിട്ടുണ്ടെങ്കിൽ എൻ്റെ കാര്യത്തിലൊരു തീരുമാനമാവും. അവൾ പോകുമ്പോൾ പറഞ്ഞതാ കറക്റ്റ് സമയത്തിന് ഭക്ഷണം കൊടുക്കണമെന്ന്. ഞങ്ങൾ വീട്ടിലെത്തിയിട്ട് അവർ വന്നാൽ മതിയായിരുന്നു. പക്ഷേ ആദിയുടെ ആ പ്രാർത്ഥന മാത്രം ഈശ്വരൻ കേട്ടില്ല. അവർ വീട്ടിലെത്തുമ്പോൾ പോയവരെല്ലാം തിരികെ വന്നിരുന്നു. ഷാനു കാറിൽ നിന്നിറങ്ങുമ്പോൾ അവനെ തന്നെ നോക്കി ഇടുപ്പിൽ കയ്യും കുത്തി ഭദ്രകാളിയെ പോലെ നിൽക്കുന്നുണ്ട് ജിനു. ഭക്ഷണം കഴിക്കാത്ത ദേഷ്യമാണ് ആ കാണുന്നതെന്ന് അവന് മനസ്സിലായിരുന്നു. അവളെ ദേഷ്യമൊക്കെ ഞാൻ മാറ്റിയെടുത്തോളാം, നീ ഒന്നും വിചാരിക്കണ്ട. മാറ്റിക്കൊടുത്താൽ മതി. ഇല്ലെങ്കിലേ സാറ് മാത്രമല്ല ഞാനും അനുഭവിക്കേണ്ടി വരും. മാമിയും ജിനുവിൻ്റെ ഉമ്മയും ഉമ്മറത്ത് അവരെ തന്നെ നോക്കി നിൽക്കുന്നുണ്ട്. കാറിൽ നിന്നിറങ്ങിയ ഷാനു ആദിയുടെ സഹായമില്ലാതെ നടക്കുന്നത് കണ്ടപ്പോൾ ഉമ്മാൻ്റെ കണ്ണിലെ തിളക്കം അവനെ വ്യക്തമായി കാണാൻ കഴിഞ്ഞിരുന്നു. വാക്കറില്ലാതെ തനിയെ നടക്കാൻ പറ്റുമോ മോനെ? അല്പം കൂടി മുൻപോട്ട് വന്ന് ഉമ്മ ചോദിച്ചു. കുറച്ചു ദൂരേക്ക് നടക്കാം ഉമ്മ. അപ്പോഴേക്കും ആദി വന്ന് അവൻ്റെ കയ്യിൽ പിടിച്ചു. സ്റ്റെപ്പ് കയറണമെങ്കിൽ ഒരാളെ സഹായം കൂടിയേ തീരൂ. ബാക്കി എല്ലാവരും പോയോ? ആരെയും കാണുന്നില്ലല്ലോ. പോയി. എല്ലാവരും വരുമ്പോൾ അവരുടെ സ്ഥലത്തിറങ്ങി. ഷാനുക്ക ഭക്ഷണം കഴിച്ചില്ല അല്ലേ? നീ ഇങ്ങനെ കലിപ്പാവല്ലേ, ഞാൻ കഴിച്ചോളാം. എപ്പോ? ഇപ്പോൾ സമയം 3 മണിയായി. പോകുമ്പോൾ ഞാൻ പറഞ്ഞതല്ലേ ആദി, 1 മണിയാകുമ്പോൾ ഷാനുക്കാക്ക് ഭക്ഷണം കൊടുക്കണമെന്ന്. ഇതേ കെട്ടിയോള് കാവടി തുള്ളുന്നുണ്ട്. വേഗം മറുപടി പറഞ്ഞു. അവനെ കുറ്റം പറയണ്ട, ഞാനാ പറഞ്ഞത് എനിക്കിപ്പോൾ വേണ്ടെന്ന്.
ഞങ്ങൾ പോവാൻ കാത്തുനിന്നത് പോലെ ഭക്ഷണമൊന്നും കഴിക്കാതെ വീടും പൂട്ടി രണ്ടാളും എവിടെ പോയതാ? ഇവിടെ ഇന്ന് ആകെ ബോറടിച്ചപ്പോൾ ഒന്ന് പുറത്ത് പോയതാ എൻ്റെ പെണ്ണെ. എന്നാൽ ഞാൻ കഴിക്കാൻ എടുത്തു വെക്കട്ടെ? വേണ്ട, ഇപ്പോൾ വിശപ്പില്ല. വിശപ്പില്ലാതിരിക്കാൻ നിങ്ങൾ എന്താ കഴിച്ചത്? ഞങ്ങൾ ഒരു ചായ കുടിച്ചു. അല്ല അതി ചോറ് തിന്നാതാണോ ഷാനുക്ക ചായ കുടിക്കുന്നത്? മര്യാദക്ക് ഭക്ഷണം കഴിച്ചാലല്ലേ ഇങ്ങനെ എണീറ്റ് നടക്കാനൊക്കെ പറ്റുള്ളൂ. സാരല്ലേ പെണ്ണെ, ഇനിയും കഴിക്കാലോ. ഈ എന്തിനാ ഇങ്ങനെ ദേഷ്യപ്പെടുന്നത്? ഞാൻ കഴിച്ചോളാം. ഞാൻ ചോറ് എടുക്കട്ടെ? വേണ്ട, എനിക്കിപ്പോൾ വേണ്ട, കുറച്ച് കഴിഞ്ഞിട്ട് മതി. ചോറ് കഴിക്കാതെ ഈ നേരത്തെ ചായ കുടിച്ച് വന്നേക്കുന്നു എന്ന് പറഞ്ഞവൾ ഉറഞ്ഞുതുള്ളിക്കൊണ്ട് റൂമിലേക്ക് പോയി. ചെല്ല്, വേഗം പോയി തണുപ്പിച്ചോ, ഇല്ലെങ്കിലേ ആളിക്കെത്താൻ ചാൻസ് ഉണ്ട്. അതിനൊന്ന് ചിരിച്ചുകൊണ്ട് ഷാനു അവൾക്ക് പിറകെ തന്നെ റൂമിലേക്ക് പോയി. അവൻ ചെല്ലുമ്പോൾ അവൾ മുഖവും വീർപ്പിച്ച് ബെഡിലിരിക്കുന്നുണ്ട്. എന്ത് പറഞ്ഞ ഈ മൂടൊന്ന് നോക്കിയാക്കുക. ഇരിപ്പ് കണ്ടിട്ട് പെട്ടെന്നൊന്നും ദേഷ്യം മാറില്ലെന്നാ തോന്നുന്നത്. ഡ്രസ്സ് മാറാതെ നീ ഇവിടെ ഇരിക്കുകയാണോ? അവൾക്ക് അരികിൽ ചേർന്നിരുന്ന് അവളുടെ കൈ കവർന്നു കൊണ്ടുവൻ ചോദിച്ചു. എന്നോട് മിണ്ടണ്ട, നീ പിണങ്ങല്ലേ. ഉച്ചക്കുള്ളത് കൂടി ഞാൻ രാത്രി കഴിച്ചോളാം. അതുപോലെ ഇവിടെ ഇരുന്ന് ബോറടിച്ചപ്പോൾ ഞാൻ പുറത്തേക്ക് പോയി. നിങ്ങൾ വരുമ്പോഴേക്കും ഇവിടെ തിരിച്ചെത്താൻ കരുതിയാണ് പോയത്. പക്ഷെ ഓരോരുത്തരെയും കണ്ട് സംസാരിച്ച് വൈകിപ്പോയി. ഉച്ചയ്ക്ക് ഭക്ഷണം കഴിച്ചില്ലെങ്കിൽ ഷാനുക്ക ക്ഷീണിച്ചു പോവില്ലേ? അതുകൊണ്ടാണ് ഞാൻ എല്ലാം എടുത്തു വെച്ച് പോയത്. എന്നിട്ട് അത് കഴിക്കാതെ പുറത്ത് പോയി ചായ കുടിച്ച് വന്നേക്കുന്നത്. അവൾ പരിഭവത്തോടെ പറഞ്ഞു. നീ അതിവിട്, നമുക്ക് രാത്രി ഒന്നിച്ച് കഴിക്കാം. പിന്നെ ഉച്ചക്ക് കഴിക്കാത്ത ആളല്ലേ രാത്രി ഒന്നിച്ച് കഴിക്കാൻ പോകുന്നത്? നീ പോയ വിശേഷങ്ങളൊക്കെ പറയടി. പോയി നിങ്ങളെ ഉമ്മാനോട് ചോദിക്ക്. ഞാൻ പറഞ്ഞത് കേൾക്കാൻ ഷാനുക്കായില്ലല്ലോ. അപ്പോൾ എന്നോടൊന്നും ചോദിച്ചു വരണ്ട. അപ്പോൾ നീ പറയില്ലേ? എങ്കിലും വേണ്ട, ഞാൻ ഉമ്മാനോട് ചോദിച്ചോളാം എന്ന് പറഞ്ഞവൻ എഴുന്നേൽക്കാൻ പോകുമ്പോഴും അവൾ അവനെ പിടിച്ചിരുത്തി. ഞാൻ തന്നെ പറയാം, ഉമ്മാനോട് ചോദിക്കണ്ട. അവളെ സംസാരം കേട്ട് ഷാനുവിന് ചിരി വന്നെങ്കിലും അവൻ ഗൗരവത്തിൽ തന്നെ നിന്നു. പെണ്ണിനെ കണ്ടു, സംസാരിച്ചു, ഫുഡ് കഴിച്ചു. ഇതൊക്കെ തന്നെയാണ് വിശേഷങ്ങൾ. അവൻ്റെ പെണ്ണിനെ എല്ലാവർക്കും ഇഷ്ടമായോ? ഒരു പാവം പെൺകുട്ടി, നല്ല സ്വഭാവം, പിന്നെ എങ്ങനെ ഇഷ്ടാവാതിരിക്കുക? അതുവരെ പരിഭവം നടിച്ചിരുന്നവൾ പെട്ടെന്ന് വാചാലയായി. ഫോട്ടോ ഉണ്ട് എൻ്റെ കയ്യിൽ, ഞാൻ കാണിച്ചു തരാം. ദേ നോക്ക്. ഗാലറി ഓപ്പൺ ചെയ്ത് അവൻ്റെ കയ്യിൽ കൊടുത്തിട്ട് പറഞ്ഞു. ഇതാണ് ആള്. ഏകദേശം നിന്നെപ്പോലെ ഉണ്ടല്ലോ കാണാൻ. ഇത് തന്നെയാണ് എന്നോട് ആദ്യം പറഞ്ഞത്. ഇന്ന് ഇവിടുന്ന് പോയവരും പറഞ്ഞു. എന്താ കുട്ടിയുടെ പേര്? സാനിഹ. അതിനെ ഇവിടെ ഇട്ട് കഷ്ടപ്പെടുത്താതെ അവൻ നല്ലതുപോലെ നോക്കിയാൽ മതി. ഷാനുക്ക ഇവിടെ ഇരിക്കട്ടോ, ഞാനിപ്പോൾ ഡ്രസ്സ് മാറി വരാം. പോവല്ലേ? അതിനു മുമ്പൊരു കാര്യം. നാളെ ഏതാ ദിവസം എന്നറിയോ? നാളെ തിങ്കളാഴ്ച അല്ലേ? അതെ, തിങ്കളാഴ്ച. നാളെയാണ് നീ ക്ലാസ്സിൽ പോയി തുടങ്ങാമെന്ന് എന്നോട് പറഞ്ഞത്. അത് നാളെയല്ല, അടുത്ത ആഴ്ചയാണ്. മിണ്ടരുത്, നാളെ തന്നെ ക്ലാസ്സിൽ പോയിക്കോളാം. ഇനി ഒരു എക്സ്ക്യൂസും പറയണ്ട. അവൻ്റെ ഗൗരവത്തോടെയുള്ള സംസാരം കേട്ടപ്പോൾ പിന്നെ അവൾക്കൊന്നും തിരിച്ചു പറയാൻ തോന്നിയില്ല. പറഞ്ഞാലും അത് വഴക്കിലെ അവസാനിക്കുമെന്നവൾക്കറിയാം. അതുകൊണ്ട് മറുപടിയൊന്നും പറയാതെ ഡ്രസ്സ് മാറാൻ പോയി. അവൾ പോയെന്ന് കണ്ടതും അവൻ കണ്ണടച്ച് ബെഡിലേക്ക് കിടന്നു. ആ കിടപ്പ് എപ്പോഴോ ചെറിയ മയക്കത്തിലേക്ക് വഴുതിപ്പോയി. കല്യാണത്തിന് മുമ്പേ പഠിക്കാൻ അവൾക്ക് നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ കല്യാണം കഴിഞ്ഞ് എനിക്കെൻ്റെ കെട്ടിയാനെ കിട്ടിയപ്പോൾ പഠിക്കാനുള്ള മൂടൊക്കെ പോയി. അതെൻ്റെ കുറ്റമാണോ? അതുകൊണ്ട് എനിക്ക് താല്പര്യമില്ല, ഞാൻ പോവില്ല. എനിക്ക് എല്ലാവരുടെയും നേഴ്സാവണ്ട, എനിക്ക് എൻ്റെ ഷാനുഖാൻ്റെ മാത്രം നേഴ്സായാൽ മതി. അവൻ്റെ കവിളിൽ ചുണ്ടമർത്തിക്കൊണ്ടവൻ പറഞ്ഞു. പഠിച്ചോനെ, എങ്ങാനും ഉണർന്നാൽ ആദ്യം പറയുന്നത് നാളെ പഠിക്കാൻ പോയിക്കോ എന്നാവും. അതുകൊണ്ട് വെറുതെ പണി ചോദിച്ച് വാങ്ങണ്ട. ഇപ്പോൾ ഞാൻ പഠിക്കാൻ പോയെന്ന് തന്നെ വിചാരിക്കേ. കുറച്ച് കഴിഞ്ഞാൽ എനിക്ക് പഠിക്കാൻ പോകാൻ കഴിഞ്ഞില്ലെങ്കിലോ? ഇവൾ എന്ത് തേങ്ങയാ പറയുന്നത്? ഇപ്പോൾ പഠിക്കാൻ പോകുന്ന അവൾക്ക് കുറച്ച് കഴിഞ്ഞാൽ പഠിക്കാൻ പോയാലെന്താ? അവിടെ എന്താ തടസ്സം? നോക്കാം അവളെ മനസ്സിലിപ്പോൾ എന്താണെന്ന്. എന്നിട്ട് എല്ലാത്തിനും കൂടി ഒരു മറുപടി കൊടുക്കാം. ഇനി ഒരു വർഷം കൂടി ഞാൻ പഠിക്കണം. അത് കഴിഞ്ഞിട്ട് എക്സാമും. അത് കഴിഞ്ഞിട്ട് എനിക്ക് എവിടെയെങ്കിലും ട്രെയിനിങ്ങിന് കയറാൻ. അതിനിടയ്ക്ക് ഞാനെങ്ങാനും എന്ന് പറഞ്ഞവൾ ഷാനുവിനെ ഒന്ന് നോക്കി. അവൻ ഉറങ്ങുകയാണെന്നുള്ള ഉറപ്പ് വരുത്തി. ഞാനെങ്ങാനും പ്രഗ്നൻ്റ് ആയാലോ? അപ്പോൾ എനിക്ക് തുടർന്ന് പോകാൻ പറ്റുമോ? അയ്യേ, ഞാൻ എന്തൊക്കെയാണ് ചിന്തിക്കുന്നത്? എൻ്റെ പൊട്ടത്തന്നെ ഷാനുക്ക കേൾക്കണ്ട, എന്നെ കളിയാക്കി കൊല്ലും. അമ്പടി കള്ളി. അപ്പോൾ അതാണല്ലേ മനസ്സിലിരിപ്പ്? വെറുതെ അല്ല പഠിക്കാൻ പോകാൻ താല്പര്യം കാണിക്കാത്തത്. നിനക്ക് മറ്റു പലതിലുമാണ് താല്പര്യം. ഇവളെ സംസാരം കേട്ടാൽ തോന്നും ഇവൾ പ്രഗ്നൻ്റ് ആവാൻ ഒരുങ്ങി നിൽക്കുകയാണെന്ന്. എൻ്റെ പെണ്ണെ, ആദ്യം ഞാനിത് നല്ല പോലെ എണീറ്റ് നടക്കട്ടെ, എന്നിട്ട് പോലെ ഇതുപോലെയുള്ള സ്വപ്നങ്ങൾ. എനിക്ക് ഷാനുഖാൻ്റെ ഒരു 5-6 മക്കളെ പ്രസവിക്കണം. അവിടെ ഞാനും ഷാനുഖായും നമ്മുടെ മക്കളും മാത്രമായൊരു കൊച്ചു സ്വർഗം തീർക്കണം.
അവൻ്റെ നെഞ്ചിൽ വിരലുകളാൽ ചിത്രം വരച്ചുകൊണ്ടാണ് അവൾ പറയുന്നത്. എന്ത് രസമാവും ഞാനും എൻ്റെ ഷാനിക്കും നമ്മുടെ മക്കളും. ഹോ, കൊതിയാവുന്നു. ചില്ലറ ആഗ്രഹങ്ങളൊന്നുമല്ലല്ലോ ഇവൾക്കുള്ളത്. ഇപ്പോൾ ഒരു മറുപടി കൊടുക്കണ്ട, ഞാനൊന്നും കേട്ടില്ല എന്ന് തന്നെ അവൾ വിശ്വസിച്ചോട്ടെ. അവളുടെ ആഗ്രഹങ്ങൾ ഓരോന്നായി പറഞ്ഞ് ലാസ്റ്റ് അവൻ്റെ നെഞ്ചിലേക്ക് അവൾ പറ്റിച്ചേർന്ന് കിടന്നു. അവൾ ഉറങ്ങിയെന്ന് ഉറപ്പായതിനു ശേഷം അവളുടെ കവിളിൽ നിന്ന് മുത്തിക്കൊണ്ട് ഷാനുവിൻ്റെ ഇടത് കൈയാൽ ഒന്നുകൂടെ അവളെ ചേർത്ത് കിടത്തി. പിറ്റേന്ന് രാവിലെ, ജിനു ഇന്ന് ക്ലാസ്സിൽ പോകുന്നുണ്ടോ? ആദിയായിരുന്നു ചോദിച്ചത്. അവളെ ഞാൻ നിർബന്ധിച്ച് പറഞ്ഞു വിടുമോ എന്നറിയാൻ വേണ്ടി രണ്ടുപേരും കൂടി നടത്തിയ നാടകത്തിൻ്റെ പേരിലാണ് ആദിയുടെ ചോദ്യം. കാരണം ജിനു ഹാളിൽ നിന്ന് ആദിയെ നോക്കി കൈകൊണ്ട് ആക്ഷൻ കാണിക്കുന്നത് ഞാൻ കാണുന്നുണ്ട്. അവളെ വിചാരം എൻ്റെ ശ്രദ്ധ പേപ്പറിലാണെന്നാണ്. ഓരോരുത്തർക്ക് അവരുടെ താല്പര്യം അനുസരിച്ച് തീരുമാനം എടുക്കാം. ഞാൻ ഇനി ആരെയും ഒന്നിനും നിർബന്ധിച്ചിട്ട് കാര്യമില്ല. കാരണം ചിലർക്ക് മറ്റു പലതിലുമാണ് താല്പര്യം. ആരെക്കുറിച്ചാ സാറ് പറയുന്നത്? ഓ, ഞാനൊരു പൊതുവായ കാര്യം പറഞ്ഞതാ. അവനൊരു ഒഴുക്കൻ മട്ടിൽ പറഞ്ഞു. എല്ലാം കേട്ടവൾ ആളിൽ തന്നെ നിൽപ്പുണ്ട്. അവൾ കേൾക്കാൻ വേണ്ടി തന്നെയാണ് അവൻ അങ്ങനെ പറഞ്ഞത്. ഇനി അവൻ പറഞ്ഞാൽ അവൾക്ക് മനസ്സിലായാൽ മാത്രം മതി. ഉപ്പാനെ വിളിച്ച് കാര്യങ്ങൾ സംസാരിക്കാൻ വേണ്ടി റൂമിൽ പോയി ഫോൺ എടുക്കാൻ പോകുമ്പോഴാണ് ഉപ്പാൻ്റെ കോൾ അവനെ തേടി വരുന്നത്. വേഗം തന്നെ കോൾ അറ്റൻഡ് ചെയ്തു. എന്താ ഉപ്പ? മോനെ, ജിനു എന്നെ വിളിച്ചിരുന്നു. എനിക്ക് തോന്നി അവൾ ഉപ്പാനെ സോപ്പിടാൻ വിളിച്ചുവെന്ന്. അവൾ എന്താ പറഞ്ഞത്? പഠിക്കാൻ പോകാൻ താല്പര്യമില്ലെന്ന് പറഞ്ഞോ? എല്ലാം ഞാൻ പറയാം. അവളുണ്ടോ നിൻ്റെ അടുത്ത്? ഇല്ല, ഉപ്പ പറഞ്ഞു അവൾക്കിപ്പോൾ പഠിക്കാൻ പോകാൻ താല്പര്യമില്ലാതെന്നാണ് എന്നോട് പറഞ്ഞത്. അപ്പോൾ കുറച്ച് കഴിഞ്ഞ് താല്പര്യം ഉണ്ടാണോ ഉപ്പ പറയുന്നത്? അവൾ പറഞ്ഞത് നീ ഓഫീസിൽ പോയി തുടങ്ങിയിട്ട് അവൾ പഠിക്കാൻ പോയിക്കോളാന്നാണ്. എന്നോട് പറഞ്ഞു ഷാനുക്ക് എന്നെ പഠിക്കാൻ പോകാൻ നിർബന്ധിക്കുന്നുണ്ടെന്ന്. എനിക്കാണെങ്കിൽ ഒട്ടും താല്പര്യമില്ലാന്ന്. ഇവിടെ നമ്മൾ എത്ര നിർബന്ധിച്ചിട്ടും കാര്യമില്ല. അവൾക്ക് താല്പര്യമില്ലാതെ പഠിക്കാൻ പോയിട്ട് എന്താ മോനെ കാര്യം? വിവാഹത്തിന് മുമ്പ് അവൾ അങ്ങനെയൊന്നല്ല ഉപ്പ എന്നോട് പറഞ്ഞത്. എനിക്ക് പഠിക്കണം, അതിന് വിവാഹം ഒരു തടസ്സമാവരുതെന്ന്. കുറച്ച് മാസം വീട്ടിൽ നിന്നില്ലേ, അതിൻ്റെയാ. മോനെ ഓഫീസിൽ പോയി തുടങ്ങിയാൽ പിന്നെ അവൾക്കും തോന്നും പഠിക്കാൻ പോകാമെന്ന്. അതുവരെ എങ്ങനെ നിൽക്കട്ടെ, എന്നാൽ അവളെ ഇഷ്ടം പോലെ ചെയ്യട്ടെ. ലാസ്റ്റ് ആർക്കും തോന്നരുത് കേട്ടോ ഞാൻ കാരണം അവളെ ആഗ്രഹങ്ങൾ നടക്കാതെ പോയെന്ന്. ആ ശബ്ദം ഇച്ചിരി ഗൗരവത്തിലായിരുന്നു. ഇല്ല മോനെ, അവളുടെ പഠനത്തിൻ്റെ കാര്യം പറഞ്ഞ് ഒരിക്കലും മോനെ ആരും കുറ്റപ്പെടുത്തില്ല. എന്നാൽ ശരി. പൊന്നാരി മോളെ വാക്കിനൊപ്പം ഉപ്പയും തുള്ളിക്കൊടുത്തു. ലാസ്റ്റ് ഞാൻ കാരണം മോൾക്ക് പഠിക്കാൻ കഴിഞ്ഞില്ലെന്നങ്ങനെ പറഞ്ഞാലേ എൻ്റെ യഥാർത്ഥ സ്വഭാവം അറിയാം. ഷാനു പിറുപുറത്തു. ആരാ ഷാനുക്കെ വിളിച്ചത്? ഓ, ഒന്നും അറിയാത്ത പോലെ അവളെ ചോദ്യം കേട്ടില്ലേ? വിളിച്ചത് എൻ്റെ കിട്ടിയോളൂ വാപ്പ. ഹോ, ഉപ്പായിരുന്നു. എന്നിട്ട് എന്താ പറഞ്ഞേ? നിന്നെ ഇന്ന് തന്നെ പഠിക്കാൻ വിടാൻ. ഞാൻ പറഞ്ഞു അവൾക്ക് പഠിക്കാൻ താല്പര്യമില്ല, മറ്റു പലതിലാണ് താല്പര്യമെന്ന്. അവൻ പറയുന്നത് കേട്ട് അവൾ നെറ്റിലൂടെ അവനെ ഒന്ന് നോക്കി. ഞാൻ പറഞ്ഞത് അവൾക്ക് മനസ്സിലായിട്ടുണ്ട്, എനിക്ക് അത്രയും മതി. അവളെ നോക്കിയെന്ന് ഇളിച്ചു കാണിച്ചിട്ട് അവൻ പുറത്തേക്ക് നടന്നു. പെണ്ണ് അപ്പോഴും ഭയങ്കര ആലോചനയിലായിരുന്നു. ഇവിടെ ആലോചിച്ച് നിൽക്കാതെ പോയി കഴിക്കാനെടുത്ത് വെക്ക്, അവളുടെ തലക്ക് കൊട്ടിക്കൊണ്ട് പറഞ്ഞു. ഇന്നലെ രാത്രി ഞാൻ പറഞ്ഞത് വല്ലതും ഷാനുക്ക കേട്ട് കാണുമോ? അതാവുമ്പോൾ എന്നെ നോക്കി അർത്ഥം വെച്ച് സംസാരിച്ചത്? ഏയ്, കേട്ട് കാണില്ല. കേട്ടിരുന്നെങ്കിൽ എനിക്ക് അപ്പോൾ തന്നെ മറുപടി തന്നേനെ. ജിനു! ഷാനുവിൻ്റെ ഉച്ചത്തിലുള്ള ശബ്ദം കേട്ടതും അവൾ വേഗം കിച്ചണിലേക്ക് ഓടി. ഒരാഴ്ചയ്ക്ക് ശേഷം ഫിസിയോതെറാപ്പിക്ക് പോവേണ്ട ദിവസമാണ് ഇന്ന്. പോവാൻ വേണ്ടി റെഡിയാവുമ്പോഴാണ് ഉമ്മ അവനെ വിളിച്ച് റൂമിലേക്ക് വന്നത്. വരവ് കണ്ടപ്പോൾ തന്നെ മനസ്സിലായി എന്തോ കാര്യമായിട്ട് പറയാനുള്ള വരവാണെന്ന്. മോനെ, എളാമ വിളിച്ചിരുന്നു. എന്തേ? ഈ ഞായറാഴ്ച ഷാഹിൻ്റെ പെണ്ണിൻ്റെ വീട്ടിൽ നിന്നും ദിവസം വെക്കലിന് കുറച്ച് ആളുകൾ വരുന്നുണ്ടെന്ന്. വന്നോട്ടെ, എന്നിട്ട് ഡേറ്റ് കണ്ടോട്ടെ. അവർ വരുമ്പോൾ നമ്മൾ അതിനനുസരിച്ച് ഇവിടെ ഒരുങ്ങണ്ടേ? ഷർട്ടിൻ്റെ ബട്ടൺസ് ഇട്ട് തരുന്ന ആദ്യം ഉമ്മാൻ്റെ സംസാരം കേട്ട് അവനെ ഒന്ന് നോക്കി. ഒരുങ്ങാനോ? ഉമ്മ എന്താ ഉദ്ദേശിച്ചത്? അവർ വരുമ്പോൾ അവർക്കുള്ള ഭക്ഷണം കൊടുക്കുന്ന കാര്യമാണ് ഞാൻ പറഞ്ഞത്. അവർ വരുമ്പോൾ ഒട്ടും മോശമാക്കാൻ പാടില്ല, കാര്യമായിട്ട് തന്നെ അവരെ സൽക്കരിക്കണം. അത് കേൾക്കെ ഉമ്മാൻ്റെ മുഖത്ത് ഇതുവരെ ഇല്ലാത്തൊരു സന്തോഷം നിറഞ്ഞു. നമ്മുടെ കുറച്ച് അടുത്ത ബന്ധുക്കളോടും പറയണ്ടേ? ഉമ്മാക്ക് ആരോടാണ് പറയാനുള്ളതെന്ന് വെച്ചാൽ പറഞ്ഞോ. എനിക്ക് പോവാൻ സമയമായി, ബാക്കി വന്നിട്ട് സംസാരിക്കാം. ചുരുങ്ങിയത് ഒരു 10,000 എങ്കിലും കയ്യിൽ വേണ്ടി വരും. അതൊക്കെ വേണ്ടി വരും. കാരണം ഇപ്പോൾ പഴയ പോലെയല്ല, സാധനങ്ങൾക്ക് ഭയങ്കര വില. നീ പൈസ ചെന്നാൽ ഷാഹിയുടെ കയ്യിൽ കൊടുത്ത് വേണ്ടതെല്ലാം വാങ്ങിപ്പിക്കാമായിരുന്നു. ഞാനെന്തിനാ പൈസ തരുന്നത്? എൻ്റെ ഭാര്യ വീട്ടിൽ നിന്നല്ലല്ലോ വരുന്നത്, ഷാഹിയുടെ ഭാര്യ വീട്ടിൽ നിന്നല്ലേ.
അതൊക്കെ അവൻ ചെയ്തോളും. അവൻ്റെ കയ്യിൽ ഒന്നുമില്ലെന്നാണ് പറഞ്ഞത്. അപ്പോൾ അവന് കിട്ടുന്ന സാലറിയൊക്കെ എന്താ ചെയ്യുന്നത്? അത് അവൻ്റെ ആവശ്യങ്ങൾക്ക് തന്നെ തികയുന്നില്ല പറയുന്നത്. അങ്ങനെയാണെങ്കിലേ ഞായറാഴ്ചത്തെ പരിപാടി വേണ്ടാന്ന് വെച്ചേക്ക്. കിട്ടുന്ന സാലറി അവൻ്റെ ആവശ്യങ്ങൾക്ക് പോലും തികയുന്നില്ലെങ്കിൽ പിന്നെ എങ്ങനെ വിവാഹം നടത്താനാണ് ഉദ്ദേശം? എന്നെ കണ്ടുവച്ചിട്ട് ആരും ഒന്നിനും പിറകെ കൊടുക്കണ്ട. അവൻ ജോലിയിൽ കയറിയിട്ട് മാസം 4 ആയില്ലേ? ഈ 4 മാസത്തിനുള്ളിൽ ഈ വീട്ടിലേക്ക് എന്തെങ്കിലും ഒരു സാധനം അവന് വാങ്ങിച്ചിട്ടുണ്ടോ? ചിലവെല്ലാം പഴയ പോലെ ഞാൻ തന്നെയല്ല നടത്തുന്നത്. ഇവിടെ എന്തെങ്കിലും ഒരു മുടക്ക് ഞാൻ വരുത്താറുണ്ടോ? വീട്ടിലെ കാര്യം നടക്കുന്നില്ല, എന്നാൽ സ്വന്തം കാര്യമെങ്കിലും നടത്താൻ പറ, എൻ്റെ തലയിലേക്ക് ഇടാതെ. എൻ്റെ വിവാഹത്തിന് ഈ പറയുന്ന ഒരാളും 1 രൂപ പോലും ചിലവാക്കിയിട്ടില്ല. എല്ലാം എൻ്റെ വരുമാനത്തിൽ നിന്ന് തന്നെയാണ്. വിവാഹം എന്ന് പറഞ്ഞാൽ ഒരുപാട് ചിലവ് വരുന്ന കാര്യം തന്നെയാണ്. അപ്പോൾ അതെല്ലാം മുൻകൂട്ടി കണ്ടിട്ട് വേണം ഇതുപോലെയുള്ള കാര്യങ്ങളിലേക്ക് ഇറങ്ങി പുറപ്പെടാൻ. പണം കയ്യിലില്ലെങ്കിൽ പിന്നെ എന്തിനാ ധൃതി പിടിച്ച് വിവാഹം നടത്താൻ നോക്കുന്നത്? എല്ലാം ഒന്ന് സെറ്റിലായിട്ട് പോരായിരുന്നോ? ഉമ്മാൻ്റെ മോൻ്റെ ധൃതി കണ്ടപ്പോൾ ഞാൻ കരുതി വിവാഹം നടത്താനുള്ള പണമെല്ലാം മുൻകൂട്ടി റെഡിയാക്കി വെച്ചിട്ടാണ് എല്ലാത്തിനും ഇറങ്ങി പുറപ്പെട്ടതെന്ന്. എന്നെ പ്രതീക്ഷിച്ചിട്ടാണ് വിവാഹത്തിന് തയ്യാറെടുത്തതെങ്കിലേ ഇപ്പോൾ തന്നെ എല്ലാം വേണ്ടാന്ന് വെച്ചേക്ക്. എന്നിൽ നിന്ന് ഒന്നും പ്രതീക്ഷിക്കണ്ട, എൻ്റെ അടുത്ത് ഇല്ലതാനും. അത്രയും പറഞ്ഞുകൊണ്ട് ആദിയുടെ കൈപിടിച്ച് അവൻ പുറത്തേക്കിറങ്ങി. ഈ വീട്ടിലായാലും കുടുംബത്തിലായാലും എന്താവശ്യം വന്നാലും ഒരു കണക്കും പറയാതെ കാര്യങ്ങളെല്ലാം ഭംഗിയോടെ നടത്തുന്നവനായിരുന്നു അവൻ. നീ വന്ന് കയറിയതു മുതൽ അവൻ ആളാകെ മാറിയതല്ല, നീ മാറ്റിയതാണ്. ഷാന് പോവാൻ കാത്തുനിന്നത് പോലെ ഉമ്മ ജിനുവിനെ നോക്കി ദേഷ്യത്തോടെ സംസാരിക്കാൻ തുടങ്ങി. അന്ന് ഷാനുക്കാക്ക് കുടുംബമല്ലായിരുന്നു. പക്ഷേ ഇന്ന് അങ്ങനെയില്ലല്ലോ. ഷാനുക്കാനെ പോലെ തന്നെ ഷാഹിയും ജോലിക്ക് പോകുന്നില്ലേ? പിന്നെ എന്തിനാണ് സ്വന്തം ആവശ്യങ്ങൾക്ക് വേണ്ടി മറ്റുള്ളവരെ ആശ്രയിക്കുന്നത്? ഷാനുവിനെ പോലെ ലക്ഷ്യങ്ങളൊന്നും അവന് കിട്ടുന്നില്ലല്ലോ. ലക്ഷ്യങ്ങൾ എണ്ണി വാങ്ങിക്കുന്നുണ്ടെങ്കിൽ അത് ഷാനുക്കാൻ്റെ അധ്വാനം കൊണ്ടാണ്, അല്ലാതെ ചുമ്മാ എണ്ണി വാങ്ങുന്നതല്ല. ജിനു ഒട്ടും വിട്ടുകൊടുക്കാൻ തയ്യാറായില്ല. നീ എന്നോട് കൂടുതലൊന്നും സംസാരിക്കാൻ വരണ്ട, അത് നിനക്ക് നല്ലതിനാവില്ല. പിന്നെ നിങ്ങൾ പറയുന്നതെല്ലാം കേട്ട് മിണ്ടാതെ നിൽക്കണോ ഞാൻ? നീ വന്നതിന് ശേഷം ഈ കുടുംബത്തിലെ സമാധാനം തന്നെ നഷ്ടപ്പെട്ടു പോയി. എത്ര സന്തോഷത്തോടെ കഴിഞ്ഞ കുടുംബമായിരുന്നു, ഇപ്പോൾ ഈ വീടൊരു നരകമായി. കയറി വരുന്ന പെണ്ണ് ശരിയില്ലെങ്കിലേ വീട്ടിലെ സമാധാനം തന്നെ നഷ്ടപ്പെടും. ഒന്ന് നിർത്തുമോ രണ്ടും, അല്ലെങ്കിലേ തലവേദനയാവുന്നു. അതിനിടക്കാ നിങ്ങളെ രണ്ടിൻ്റെയും പേക്കൂത്ത്. അവൻ്റെ ശബ്ദം കേട്ട് അഴിഞ്ഞു വീഴാറായ മുണ്ടും പൊക്കി പിടിച്ച് ഷാഹി ഉറക്കത്തിൽ നിന്ന് എണീറ്റ് ഹാളിൽ എത്തിയിരുന്നു. ഇതെന്താ ചന്തപ്പറമ്പോ? കുറേ നേരമായല്ലോ രണ്ടും തുടങ്ങിയിട്ട്. നീ കേട്ടില്ലേ ഷാഹി അവൾ പറയുന്നത്? ഷാന് പോവാൻ കാത്തു നിന്നതാ ഇവൾ എൻ്റെ നേരെ കുരച്ചു ചാടാൻ. അവളെ മാത്രം എന്തിനാ കുറ്റം പറയുന്നത്? ഉമ്മയൊട്ടും മോശമല്ലല്ലോ. അതേടാ, കുറ്റം മുഴുവൻ എൻ്റെ തലയിലേക്ക് ഇട്ടോ, അതാവുമ്പോൾ എല്ലാവർക്കും സന്തോഷമാവൂലേ? ജിനുവിനെ നോക്കിയായിരുന്നു ഉമ്മ പറഞ്ഞത്. ഷാനുക്ക് പറഞ്ഞതുപോലെ എനിക്ക് പഠിക്കാൻ പോയാൽ മതിയായിരുന്നു, എങ്കിലിപ്പോൾ ഇതൊന്നും കേൾക്കേണ്ടി വരില്ലായിരുന്നു. ഉമ്മ എന്താടാ? ഒന്ന് പതിയെ ചോദിക്കൂ. ഉമ്മ ഇങ്ങനെ ഒച്ച വെച്ച് സംസാരിച്ചിട്ട് ആരെ കേൾപ്പിക്കാനാ? നീ വിളിച്ച കാര്യം പറയച്ചേക്കാ. ഉമ്മ മെഡിക്കൽ ഷോപ്പിൽ പോയി 2 ഗുളിക വാങ്ങി വാ. അത് കേട്ടതും ജിനു നെട്ടലോടെ അവനെ ഒന്ന് നോക്കി. എന്തിന്? എനിക്ക് തലവേദന ആവുന്നു. ഞാൻ പറഞ്ഞത് ഉമ്മ കേട്ടില്ലേ? നീ ഷാനുവിനെ വിളിച്ചു പറ, അവൻ വരുമ്പോൾ വാങ്ങി വരും. അവൻ വരുന്നത് വരെ ഈ വേദന സഹിച്ച് നിൽക്കാൻ പറ്റാത്തതുകൊണ്ടാണ് ഉമ്മാൻ്റെ കാല് പിടിക്കുന്നത്. ഈ തലവേദന വെച്ച് ബേക്ക് കൊടുക്കാൻ വയ്യ, അല്ലെങ്കിൽ ഞാൻ തന്നെ പോയേനെ. നല്ല തലവേദന ഉണ്ടെങ്കിൽ എന്തിനാ ഗുളിക വാങ്ങി കഴിക്കുന്നത്? നിനക്ക് ഹോസ്പിറ്റലിൽ പോയിക്കൂടെ? ഗുളിക കുടിച്ചിട്ട് കുറവില്ലെങ്കിൽ പോയാൽ പോരെ? ഉമ്മാക്ക് പോയി വാങ്ങാനാവുമ്പോൾ ഇല്ലയോ? എനിക്കിവിടെ 100 കൂട്ടം ജോലിയുണ്ട്, അതിനിടക്കാ അവൻ്റെ ഒരു ഗുളിക. ബാക്കിയുള്ള ജോലി ജിനു ചെയ്തോളും, അതിനല്ലേ ജിനു? അവൻ അവളെ നോക്കി ചിരിയോടെ ചോദിച്ചു. അതിനവൾ ദേഷ്യത്തോടെ അവനെ ഒന്ന് നോക്കി. ഉമ്മ ഞാൻ പൊയ്ക്കോളാടാ, കിടന്ന് അലറണ്ട. ഉമ്മ അത് പറഞ്ഞപ്പോൾ അവൻ്റെ ചുണ്ടിൽ എന്തോ നേടിയെടുത്ത ഒരു പുഞ്ചിരി വിരിഞ്ഞു. അത് ജിനു കാണുകയും ചെയ്തു. തലവേദന എന്നവൻ മനഃപൂർവ്വം കള്ളം പറഞ്ഞതാണ്, ഉമ്മാനെ ഇവിടുന്ന് ഒഴിവാക്കാൻ വേണ്ടി. പഠിച്ചോനെ, ഇപ്പോൾ എന്താ ഞാൻ ചെയ്യേണ്ടത്? ഇവിടെ ആരും ഇല്ലല്ലോ. ഷാനുക്ക വരാൻ ഇനിയും ഒത്തിരി സമയമുണ്ട്. എല്ലാം അറിഞ്ഞു തന്നെയാണ് അവൻ ഇങ്ങനെ ഒരു പ്ലാൻ ഇട്ടത്. എങ്ങോട്ടെങ്കിലും ഓടിപ്പോവാൻ മനസ്സ് കൊതിക്കുന്നുണ്ട്, പക്ഷേ എങ്ങോട്ട്? ആദ്യം ഒന്ന് വിളിച്ചു നോക്കിയാലോ? വിളിച്ചാലും അവനെ വരാൻ പറ്റില്ലല്ലോ. ഞാനിനി എന്താ ചെയ്യേണ്ടത്? ആലോചിച്ചിട്ട് എനിക്ക് കയ്യും കാലും വിറക്കുന്നു. ഡേ, ഇവിടെ ആലോചിച്ച് നിൽക്കാതെ അടുക്കളയിലേക്ക് ചെല്ലേ, ഞാൻ പോയി അവനുള്ള ഗുളിക വാങ്ങി വരാം. ഉമ്മ വേഗം വരുമോ? അവൾ പതിഞ്ഞ ശബ്ദത്തോടെ ചോദിച്ചു. എന്തായാലും പോവല്ലേ, എനിക്ക് 1-2 സാധനങ്ങൾ കൂടി വാങ്ങിക്കാനുണ്ട്, അതുകൊണ്ട് എത്താൻ കുറച്ച് വൈകും. നീ അപ്പോഴേക്കും ആ ജോലിയെല്ലാം തീർത്തേക്ക്.
അവളോട് സംസാരിച്ചു പോകുന്ന ഉമ്മാനെ നോക്കി ഒന്ന് നെടുവീർപ്പെട്ടുകൊണ്ട് അവൾ വേഗം കിച്ചണിലേക്ക് നടന്നു. ജിനു, ഒരു ചായ എടുക്ക്. ഉമ്മ പോവാൻ കാത്തു നിന്നു അവൻ കിച്ചണിലെത്താൻ. ഇവിടെ ഒത്തിരി ജോലിയുണ്ടല്ലോ. ജിനു, ഞാൻ എന്തെങ്കിലും സഹായിക്കണോ? വേണ്ട, ഇവിടെ നിന്ന് പോയാൽ മതി. നീ ഇങ്ങനെ സ്നേഹമില്ലാതെ സംസാരിക്കല്ലേടി. നമുക്കിവിടെ എന്തെങ്കിലുമൊക്കെ സംസാരിച്ച് നിന്നൂടെ? നിൻ്റെ ജോലി നടക്കും, എനിക്ക് സംസാരിക്കാൻ ഒരാളാവുകയും ചെയ്യും. എനിക്ക് നിന്നോട് ഒന്നും സംസാരിക്കാനില്ല. അപ്പോഴേക്കും അവൾ ചായ ഇട്ട് അവൻ്റെ കയ്യിലേക്ക് കൊടുത്തു. ഞാൻ ആളിലുണ്ടാവും, നീ ജോലി കഴിഞ്ഞ് വാ. എനിക്ക് നീ ചെറിയൊരു ഹെൽപ്പ് ചെയ്തു തരണം. ചോദിക്കാൻ മറന്നു, ഇപ്പം എങ്ങനെ നിങ്ങളുടെ ലൈഫൊക്കെ സെറ്റായോ? ഷാൻ ഇപ്പോൾ പഴയ പോലെ അല്ലല്ലോ, നടന്നു തുടങ്ങിയില്ലേ? അപ്പോൾ കാര്യങ്ങളൊക്കെ ഭംഗിയായി നടക്കുന്നുണ്ടാവും അല്ലേ? ഇൻഷാ അല്ലാ, ഈ കഥയുടെ ബാക്കി ഭാഗവുമായി നാളെ കാണാം. അസ്സലാമു അലൈക്കും.